പ്രവാസ ജീവിതത്തിലെ പൊള്ളുന്ന അനുഭവങ്ങളുടെ പ്രതീകമാണ് ആടുജീവിതത്തിലെ നജീബ്. ജീവിക്കാൻ മസ്കത്തിലേക്ക് വിമാനം കയറിയ നജീബിന്റെ മകൻ സഫീർ ഷുക്കൂറിനും വിധി വ്യത്യസ്തമല്ല. സഫീറിന് അപ്രതീക്ഷിതമായി ഇന്നലെ നേരിടേണ്ടി വന്നത് ഹൃദയം നുറുങ്ങുന്ന അനുഭവമാണ്. ഉപ്പയുടെ കഥ പറയുന്ന സിനിമ കാണാൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് പോകേണ്ടിയിരുന്ന സഫീറിനെ തേടിയെത്തിയത് 1.5 വയസ്സുകാരിയായ മകളുടെ മരണവാർത്തയാണ്. ആടുജീവിതത്തിലെ നജീബിന്റെ മകൻ സഫീർ ഷുക്കൂർ മസ്കത്ത് വാദി കബീറിലെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നുണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തിന്റെ അഭിമുഖം തയ്യാറാക്കാനാണ് ഞങ്ങൾ എത്തിയത്. ന്യൂമോണിയ ബാധിച്ച് മകൾ സഫാ മറിയം ആശുപത്രിയിലായതിനാൽ സംസാരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല സഫീർ. മനസ്സ് മുഴുവൻ മകൾക്കൊപ്പം നാട്ടിലായിരുന്നു. എങ്കിലും ഞങ്ങളെ നിരാശരാക്കാതിരിക്കാൻ ക്യാമറയ്ക്ക് മുന്നിലെത്തി. ബെന്യാമിൻ്റെ ആടുജീവിതം നോവലിലെ നജീബ് എന്ന വ്യക്തിയുടെ മകനും പ്രവാസ ജീവിതത്തിലാണുള്ളത്. കഴിഞ്ഞ 8 വർഷമായിട്ട് ഒമാനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് വാദി കബീറിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ സൂപ്പർവൈസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. തന്നെ പ്രവാസിയാക്കാൻ ഉപ്പയ്ക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെന്ന് സഫീർ പറഞ്ഞു. ഇപ്പോഴും ആ ഉപ്പയ്ക്ക് ആദിയാണ്. ഞാൻ ആദ്യം ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു ഗൾഫിലേക്ക് പോകാനായിട്ട്. ആൾ ഒരുപാട് അനുഭവിച്ചതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നത്, ഞാൻ ഗൾഫ് കാണണം എന്നുള്ള മോഹം എന്നുള്ള രീതിയിലൊക്കെ ഇട്ട് വന്നതാണ്. പൈക്ക് ഞാൻ കുറേ ഇപ്പോഴോട് പറഞ്ഞിട്ടാണ് എന്നെ സമ്മതിച്ചത് എന്നെ ഗൾഫിൽ പോകാനായിട്ട്. എന്നിട്ടും പറയും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ടാക്സിയിലൊന്നും കയറി പോയത് അങ്ങോട്ടും ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇറങ്ങിയിട്ടും കൂട്ടുകാരൊക്കെ ആയിട്ട് പുറത്ത് പോകണമെന്നൊക്കെ പറയാറ്. ഇന്നും വിളിക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആൾക്ക് നല്ല കെയറിങ്ങാണ്. ഉപ്പയെക്കുറിച്ചുള്ള സിനിമ ഇറങ്ങുമ്പോൾ കുടുംബത്തോടൊപ്പം കാണണം. പക്ഷെ ഉമ്മ സഫിയയ്ക്ക് എത്രമാത്രം ഉപ്പയുടെ ജീവിതം സ്ക്രീനിൽ കണ്ട് പിടിച്ചു നിൽക്കാനാവുമെന്ന് അറിയില്ലെന്നും സഫീർ പറഞ്ഞു. പുസ്തകം നോവൽ ഇറങ്ങിക്കഴിഞ്ഞാണ് ഞങ്ങൾ ഫാമിലി മൊത്തം ഈ സംഭവം വിശദമായിട്ട് അറിയുന്നത്. ആദ്യമൊക്കെ വന്ന ടൈമിന് ചെറിയ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, അല്ലാണ്ട് വിശദമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രവാസ ജീവിതം അത്ര സുഖകരമല്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നീ ഈ നാട്ടിൽ നിൽക്കണ പോലൊന്നും അല്ല. ഞാൻ പിന്നെ അന്നേരം വിചാരിച്ചു, നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ശീലമാകുമ്പോൾ ഒന്ന് ഗൾഫൊക്കെ കാണണം എന്നുള്ള മോഹത്തിൽ ഇങ്ങനെ വന്നു. ഇവിടെ വന്നതിന് ശേഷം അറിഞ്ഞു ഇപ്പം എന്താന്ന് ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മൾ ഫാമിലിയെ മിസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ഇപ്പോൾ ഇവിടെ. അല്ലാണ്ട് വേറെ നമുക്കെല്ലാം ഹാപ്പിയാണ്. മൊബൈൽ വഴി എല്ലാവരും വിളിക്കാനും പറ്റുന്നുണ്ടെല്ലാം. അന്നത്തെ കാലത്ത് ഉപ്പായിക്ക് അങ്ങനെയൊന്നും ഒരു സൗകര്യമില്ല. കത്തിലൂടെ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. ഈ അഭിമുഖം പൂർത്തിയാക്കി ഞങ്ങൾ മടങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായിരുന്ന മകൾ സഫാ മറിയത്തിന്റെ വിയോഗ വാർത്ത സഫീറിനെ തേടിയെത്തിയത്. യാത്ര നേരത്തെയാക്കി ഇന്നലെ തന്നെ സഫീർ ആലപ്പുഴ ഹരിപ്പാട്ടെ വീട്ടിലേക്ക് തിരിച്ചു. 1.5 വയസ്സുകാരി അരുമമകളെ അവസാനമായി ഒരു നോക്ക് കാണാൻ. ബിനോയ് കൊട്ടാരക്കര, മീഡിയ 1, മസ്കത്ത്.